പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സ്കൂൾ വാർഷികം ഈ കഥ കേൾക്കൂ. നാളെ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങൾക്ക് എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരണം. മാനണിക്കുന്ന് വനവിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ സിംബൻ സിംഹം അറിയിച്ചു. കുട്ടികൾ പരസ്പരം പിറുപിറുത്തു. എൻ്റെ പരിപാടിയൊന്നുമില്ല, ഞാനെങ്ങും വരുന്നില്ല. ചിങ്കു കുരങ്ങൻ പറഞ്ഞു. ഞാനും വരുന്നില്ല, ലല്ലുമാൻ കുട്ടി പറഞ്ഞു. കുട്ടികൾ പലരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്നു എന്ന വിവരമറിഞ്ഞ അധ്യാപകർ കൂടിയാലോചിച്ച് കുട്ടികളെ സജീവമാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ കൂട്ടമായി പരിശീലനത്തിന് അയച്ച ശേഷം ബാക്കിയുള്ള കുട്ടികളെ ഓരോരുത്തരെയായി വിളിച്ച് അവർക്ക് പറ്റുന്ന പ്രവൃത്തികൾ ഏൽപ്പിച്ചു. വിദ്യാലയ അച്ചടക്കത്തിൻ്റെ ചുമതല ബോലു കരടിക്കും പീലു പുലിക്കുട്ടിക്കും കൊടുത്തു. അവർക്ക് കൂട്ടാളികളായി കുരങ്ങൻ കുട്ടികളെയും ചെന്നായ കുട്ടികളെയും കൊടുത്തു. പിങ്കിക്കാക്കയെയും കൂട്ടുകാരികളെയും പരിസര ശുചീകരണ ചുമതല ഏൽപ്പിച്ചു. അതിഥികളെ സ്വീകരിക്കേണ്ട ചുമതല മിന്നു മാൻകുട്ടിക്കും കൂട്ടുകാരികൾക്കുമാണ്. പന്തൽ അലങ്കാരപ്പണികളും മോടി പിടിപ്പിക്കലും ശിങ്കാരിത്തത്തയും കൂട്ടുകാരികളും സന്തോഷത്തോടെ ഏറ്റെടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ. കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, ചിത്രങ്ങൾ, മധുരപലഹാരങ്ങൾ, പഴങ്ങൾ എന്നിവ പ്രദർശനവും വിൽപ്പനയും നടത്താനുള്ള സൗകര്യവും ഒരുക്കി. എന്തെങ്കിലും ചുമതലയില്ലാത്ത ഒരൊറ്റ മൃഗക്കുട്ടി പോലും ആ വിദ്യാലയത്തിലില്ല. മേരു എരുമയും കൂട്ടുകാരും ചായയും കാപ്പിയും ഉണ്ടാക്കുമ്പോൾ പൂവാലനെണ്ണാനും കൂട്ടുകാരും തിന്നാനുള്ള പഴങ്ങളും ധാന്യങ്ങളും എത്തിച്ചു. മേരു എരുമയും കൂട്ടുകാരും ചായയും കാപ്പിയും ഉണ്ടാക്കുമ്പോൾ പൂവാലനെണ്ണാനും കൂട്ടുകാരും കായ്കനി വിത്തുകൾ എത്തിച്ചല്ലോ. ചായ വിളമ്പുവാൻ മാൻകുട്ടികൾ ചായം പുരട്ടി ഒരുങ്ങി വന്നു. എല്ലാവരും ഒന്നിച്ചൊരു മനസ്സായി കല്യാണം പോലെ ഒരുങ്ങി വന്നു. ചായയും മധുരപാനീയങ്ങളും ലഘുഭക്ഷണവും വിതരണം ചെയ്യാൻ മൃഗക്കുട്ടികൾ മത്സരിച്ചു. അങ്ങനെ എല്ലാവർക്കും കൃത്യമായ ചുമതലകളുണ്ടായപ്പോൾ മടി കൂടാതെ ഓരോരുത്തരായി വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ സഹായിക്കാനും പൊതുസമ്മേളനത്തിനും സന്നദ്ധ സേവകരായെത്തിയവർ പതിവില്ലാതെ അച്ചടക്കം പുലർത്തിയപ്പോൾ അധ്യാപകർ വരെ അത്ഭുതപ്പെട്ടുപോയി. സ്കൂളിൻ്റെ വാർഷികം തങ്ങൾ നേരിട്ട് നടത്തുന്ന ഒരു ഉത്സവം പോലെ അവർ ആഘോഷിച്ചു. പകൽ നേരത്ത് പൂമ്പാറ്റകൾ ദൃശ്യവിരുന്നൊരുക്കിയപ്പോൾ സന്ധ്യാനേരത്ത് മിന്നാമിനുങ്ങുകൾ ദീപാലങ്കാരമൊരുക്കി. അഴകും ഐശ്വര്യവുമുള്ള സ്കൂൾ വാർഷികം കണ്ട് രക്ഷിതാക്കളും സന്തോഷിച്ചു.